ആളുകളെ വിജയത്തിന്റെ പടവുകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഇതിന്റെ അറിയപ്പെടുന്ന നേതൃതലവനായ BC ശർമ്മ എന്റെ പിതാവാണ്. जब ये अभियान मेरे ही घर से शुरू हुआ, ये गंगा जिसे केरला में एक होली रिवर है पंबा रिवर, वो मेरे ही घर से बह रही थी, पर मैं 22 साल तक इस अभियान से दूर रहा. जानना चाहते हैं क्यों? ഞാൻ പറഞ്ഞു, ഈ പ്രസ്ഥാനം ഗംഗ എന്ന് പറയാം, അല്ലെങ്കിൽ കേരളത്തിലെ പമ്പാ നദി, അതുപോലെ പുണ്യനദിയായ ഗംഗ എന്റെ വീട്ടിൽ നിന്നാണ് ഉത്ഭവിച്ചത്. പക്ഷേ 22 വർഷം ഞാൻ ഇതിൽ നിന്ന് അകലെയായിരുന്നു. എന്തുകൊണ്ടെന്ന് അറിയണോ? ये भी तो जानना चाहते होंगे ना कि अब मैं क्यों कर रहा हूँ इसे. ഇത്രയും കാലം ഇതിൽ നിന്ന് അകന്നു നിന്നു, എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ RCM ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? इस RCM अभियान से पहले मैं पेशे से एक कपड़े का व्यापारी हूँ और पूरे भारत के हर स्टेट में मेरा कपड़ा जाता है. कुछ कंट्रीज में मैं कपड़ा एक्सपोर्ट भी करता हूँ. ഇതിനു മുമ്പ് RCMലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് എനിക്ക് വസ്ത്ര വ്യാപാര രംഗത്ത് വലിയ ബിസിനസ് ഉള്ള ആളാണ്. ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എന്റെ ബിസിനസ് എത്തിയിട്ടുണ്ട്. एक छोटा सा वीडियो मैं मेरे ऑफिस का प्ले करना चाहूंगा. प्ले द वीडियो प्लीज. എന്റെ ഓഫീസിന്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. तो मैं पहले से ही एक करोड़ों का टर्नओवर करता हूँ, बहुत अच्छा पैसा कमाता हूँ. तो मुझे लगता था कि यार मुझे RCM करने की क्या जरूरत है, ये क्यों टाई कोट पैंट पहन करके पूरे भारत में घूम घूम करके इस अभियान का प्रचार करने की मुझे कोई आवश्यकता नहीं है, क्योंकि मैं ऑलरेडी बहुत अच्छा पैसा कमा रहा हूँ. കോടിക്കണക്കിന് രൂപയുടെ ടേൺഓവർ ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുകയും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് RCM ചെയ്യാൻ വേണ്ടി ഇന്ത്യ മുഴുവൻ ഇങ്ങനെ ടൈം കോട്ടും ധരിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ, അതിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. तो इस अभियान में आने से पहले मैं लगभग हिंदुस्तान के हर बड़े एनिवर्सरी फंक्शंस में मैं जाया करता था, जाकर के फ्रंट सीट पर बैठ जाया करता था, देखता था, खुश बहुत होता था, पर समझता कुछ नहीं था, सुनता कुछ नहीं था, क्योंकि मुझे लगता था यार मैं ऑलरेडी पैसा कमा रहा हूँ, मुझे ये करने की जरूरत नहीं है. एक्साइटमेंट इसलिए होता था कि फैमिली का फंक्शन है, बहुत अच्छा लगता था. और ज्यादा एक्साइटमेंट इसलिए हो जाता था क्योंकि बैकग्राउंड से ये गाना प्ले करते थे कि छाबड़ा जी तूने कमाल कर दिया, और छाबड़ा तो मैं भी हूँ, इसलिए मुझे भी अच्छा लगता था. RCMന്റെ എല്ലാ ആനിവേഴ്സറിയിലും ഇതുപോലെ മുൻനിരയിൽ ഇരിക്കാൻ ഞാനും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കുടുംബം തുടങ്ങിയതാണ്. എനിക്ക് വളരെ സന്തോഷം. പക്ഷെ ഞാൻ അവിടെ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ അവിടെ പോകാനുള്ള കാരണം ഞങ്ങളുടെ കുടുംബമാണ് ഇത് തുടങ്ങിയത് എന്നുള്ളത് അവിടെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകുമായിരുന്നു. അതിൽ ഒരു പാട്ട് പാടും, ഇതാണ് ചബ്രാജി നിങ്ങള് അത്ഭുതമാണ് കാണിച്ചത് എന്ന്. അങ്ങനെ പറയുമ്പോൾ ഞാനും ആ ചബ്ര ഫാമിലിയിലായതുകൊണ്ട് എനിക്കും അഭിമാനം തോന്നുമായിരുന്നു. അതല്ലാതെ RCM എന്താണെന്ന് അറിയാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല. तो ये वजह थी जिस वजह से मैं 22 साल तक इस अभियान से दूर रहा. इसका पछतावा मुझे आज भी होता है, क्योंकि अभी जब सर ने मुझे स्टेज पर इनवाइट किया तो इन्होंने मुझे कहा कि RCM की सेकंड जनरेशन मिस्टर अभिषेक सर मंच पर आने वाले हैं. अगर मैंने इसे 22 साल पहले शुरू कर दिया होता तो ये आज मुझे इनवाइट कर रहे होते कि RCM के स्टार डायमंड आपके बीच में आ रहे हैं.
എനിക്ക് 22 വർഷം വരാതിരുന്നതിന്റെ പശ്ചാത്താപമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പൊ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തത് ആർസിഎമ്മിന്റെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. 22 വർഷം മുമ്പ് ഞാനും ആർസിഎമ്മിൽ സജീവമായി തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എന്നെ ആർസിഎമ്മിന്റെ സ്റ്റാർ ഡയമണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നില്ലേ? तो इस बात का अफसोस मुझे होता है कि अगर समय पे शुरू कर दिया होता तो अभी स्टार डायमंड जरूर मैं होता, पर मैं अफसोस करने वालों में से नहीं हूँ। मैं वो हूँ जो लास्ट में आया हूँ, पर फास्ट जाकर के फर्स्ट आना है। എന്നാൽ പശ്ചാത്താപം കൊണ്ട് ഇരിക്കാനല്ല ഞാൻ തീരുമാനിക്കുന്നത്. എന്റെ സ്വഭാവം അങ്ങനെയല്ല. താമസിച്ചാണ് വന്നതെങ്കിലും വളരെ വേഗത്തിൽ ഏറ്റവും മുമ്പിൽ എത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. और जब अब कैसे मेरे को आरसीएम समझ आया, जानना चाहते हैं आप लोग? എനിക്കെങ്ങനെയാണ് ആർസിഎം മനസ്സിലായത് നിങ്ങൾക്ക് അറിയണോ? ഹലോ. एक 2019 में एक घटना हुई थी, एक बीमारी आई थी जिसका नाम था कोरोना, कोविड आया था, कोविड-19। നിങ്ങൾക്കറിയാം 2019 കോവിഡ് വന്നു, ശരിയല്ലേ? യെസ്. तो कोविड जब आया तब पूरी दुनिया में लॉकडाउन लग गया था, सब कुछ बंद हो चुका था, तो मेरी फैक्ट्री भी जो है वो बंद हो गई थी, तो मुझे इनकम आना जो है वो बंद हो गई थी। എനിക്ക് വലിയ ബിസിനസ് ഉണ്ടായിരുന്നു. 2019 കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം ലോകം മുഴുവൻ ലോക്ക്ഡൌണിലേക്ക് പോയി. എന്റെ ഫാക്ടറിക്കും താക്കോൽ പൊട്ട് വീണു. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നിലച്ചുപോയി. अब कुछ दिन तो लॉकडाउन में बहुत मजा आया, क्योंकि पूरा फैमिली एक साथ सब घर में बैठे हैं, सुबह शाम बढ़िया बढ़िया पकवान बना करके हम लोगों ने खाए। सुबह शाम जो है वो भजन कीर्तन किए, मौज की, फैमिली के साथ एंजॉय किया। पर कुछ दिनों बाद टेंशन शुरू हुई कि ये कब वापस नॉर्मल होगा, कब वापस मुझे मेरा बिजनेस स्टार्ट होगा। എന്നാൽ ലോക്ക്ഡൌൺ തുടങ്ങി ആദ്യം കുറച്ച് കാലം എൻജോയ് ചെയ്തു. കാരണം ബിസിനസിന്റെ തിരക്കിൽ വീട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ ലോക്ക്ഡൌൺ വന്നപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. സന്തോഷത്തോടു കൂടി നന്നായിട്ട് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് എല്ലാവരും എൻജോയ് ചെയ്തു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭയം ഉണ്ടാകാൻ തുടങ്ങി. ഇത് എപ്പോൾ തീരും? കൂടുതൽ കൂടുതൽ പ്രയാസങ്ങൾ വരുന്നു. ഇങ്ങനെ പോയാൽ എന്റെ ബിസിനസ്സിന് എന്ത് സംഭവിക്കും എന്നുള്ള ഭയം എന്നെയും ബാധിച്ചു. मुझे टेंशन होती थी कि ये कब वापस नॉर्मल होगा, तो मुझे लगता था जब मैं तकलीफ में हूँ तो मुझे उन लोगों की ज्यादा टेंशन होती थी जो मेरे यहाँ काम किया करते थे, कि जब मैं तकलीफ में हूँ तो उनको कितनी तकलीफ हो रही होगी। അപ്പോ എനിക്ക് എന്നെ കുറിച്ച് വിഷമം തോന്നി. അതിനേക്കാൾ കൂടുതൽ വിഷമം എന്നോടൊപ്പം ജോലി ചെയ്തിരുന്നവരെ കുറിച്ചാണ്. കാരണം അന്നത്തെ ജോലി കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്തിയിരുന്ന ആളുകൾക്ക് ജോലിയില്ലാതെ വരുമാനമില്ലാതെ അവർ പ്രയാസപ്പെടുന്ന ഓർത്തപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. तकलीफ के दायरे में पूरी दुनिया थी, क्योंकि कई लोग जो हैं वो डेली अपना अर्न करते हैं, डेली खाते हैं, दिहाड़ी मजदूर जिन्हें बोलते हैं, तो सभी कोई तकलीफ में था, पूरी दुनिया तकलीफ में थी। तो मुझे आरसीएम के लोगों की भी टेंशन होती थी कि यार आरसीएम के लोगों का क्या होगा, क्योंकि इनका भी सेमिनार बंद हो चुका है, फिजिकल सेशंस नहीं हो रहे हैं और ये फील्ड वर्क नहीं कर पा रहे हैं, तो इन लोगों की भी मुझे टेंशन हुआ करती थी। അപ്പോ ഞാൻ വിചാരിച്ചു എല്ലായിടത്തും പ്രയാസമാണ്, അതുപോലെ എനിക്കുണ്ട്. തീർച്ചയായിട്ടും ആർസിഎം നമ്മുടെ കുടുംബത്തിൻ്റെതാണ്. ആർസിഎമ്മിൽ ഇതുപോലുള്ള പ്രയാസം ഉണ്ടാകുമല്ലോ. കാരണം അവർക്ക് മീറ്റിംഗ് നടത്താൻ പറ്റില്ല, പുറത്തുപോയി ആളുകൾ കാണാൻ പറ്റില്ല, ഫിസിക്കൽ സെഷൻ നടക്കുന്നുണ്ടാവില്ല. അപ്പം ഇവരെയും ഇത് ബാധിക്കുന്നുണ്ടാവുമല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നി. पर मैंने देखा कि आरसीएम के लोगों की तो मौज हो रही थी, क्योंकि इन लोगों की इनकम आना बंद नहीं हुई थी। कोविड में भी इनको इनकम आई। എന്നാൽ ഞാൻ ശ്രദ്ധിക്കുമ്പോഴൊരു കാര്യം മനസ്സിലായത്, ആർസിഎംകാർ ശരിക്കും അടിച്ചു പൊളിക്കുകയാണ്. അവർക്ക് വരുമാനം നിന്നില്ല. അവർക്ക് കോവിഡ് സമയത്തും വരുമാനം വന്നുകൊണ്ടേയിരുന്നു. आप में से कितने लोग हैं जिन्होंने कोविड के दौरान अपने पिन लेवल को जंप किया? കോവിഡ് സമയത്ത് നിങ്ങളുടെ പിൻ ലെവൽ വർദ്ധിപ്പിച്ച ആളുകൾ എത്ര പേരുണ്ട്? നിങ്ങളുടെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാക്കിയ ആളുകൾ എത്ര പേരുണ്ട്? യെസ്, ग्रेट। तो अभी इन लोगों से बात करता हूँ ना, तो ये लोग कहते हैं कि सर बीमारी कोरोना वापस नहीं आना चाहिए, पर लॉकडाउन हर साल लग जाना चाहिए।
അപ്പൊ ആളുകൾ പറയും, ഇവരോട് ചോദിച്ചാൽ ഈ നേട്ടം ഉണ്ടാക്കുന്ന ചോദിച്ചാൽ പറയും കൊറോണ ഇനി വരണ്ട, പക്ഷെ എല്ലാ വർഷവും ഒരു ലോക്ക്ഡൌൺ ഉണ്ടെങ്കിൽ കൊള്ളാം, കാരണം അപ്പൊ നമുക്ക് ബിസിനസ് കൂടുമെന്ന്. तो घर में बैठे बैठे इनकम आए, इससे बढ़िया बात क्या हो सकती है ना। घर से कहीं बाहर जाना नहीं, बिल लेवल जंप हो रहा है, चेक बढ़ रहा है, तो बड़ा अच्छा लगता है. അപ്പോ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വരുമാനം കൂടുകയും ബിസിനസ് വളരുകയും ബിൽ ലെവൽ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. ശരിയാണോ? അത് ആസിഫിന് മാത്രമേ ഉള്ളൂ. നല്ലൊരു കൈയടി ആസിഫിന് വേണ്ടിയാണ്. तो पहली बार मुझे ऐसा लगा कि यार इस अभियान में कुछ तो बहुत बड़ी पावर है, जिसको नहीं समझने की गलती मैंने कर दी, और तब पहली बार मैंने इसे समझना शुरू किया. അന്നാണ് ആർസിമിന്റെ പവറിനെ കുറിച്ച്, ശക്തിയെ കുറിച്ച് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും ആർസിമിൽ വലിയൊരു ശക്തി ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വളരുന്നത്, ഇതിങ്ങനെ നിലനിൽക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ടതാണെന്ന് എനിക്കെന്ന് തോന്നി. और समझना शुरू किया तो समझने में मुझे सब कुछ बहुत अच्छा लगा, पर मुझे 3 साल लगे इसको गहराई से समझने में, क्योंकि मैंने इन 3 सालों में इस आरसीएम की पूरी रिसर्च की, कहां से ये अभियान शुरू हुआ, आज ये किस लेवल पर है. हर कोर लीडर की लाइफ को मैंने बारीकी से पढ़ा कि इन्होंने किस कंडीशन में इस आरसीएम अभियान को शुरू किया था और आज ये किस मुकाम पर है, और इसमें मुझे 3 साल लगे साथियों. അപ്പോ ആർസിമിനെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. അതില് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഇത് ശരിക്കും മനസ്സിലാക്കാൻ എനിക്ക് ഏകദേശം 3 വർഷം എടുത്തു. मेरे ही फैमिली से ये अभियान शुरू हुआ, पर मुझे 3 साल इसलिए भी लगे क्योंकि मैं पहले से कुछ बहुत अच्छा कर रहा था. और मुझे लगता था कि क्या उससे अच्छा मुझे ये आरसीएम दे सकता है क्या. എന്താണ് ആർസിഎം എനിക്ക് തരുന്നത്, എനിക്ക് വേണ്ടത് എന്താണ്, ആർസിഎം എനിക്ക് എന്ത് തരും. तो मैं राजस्थान में, हम क्या होता है कि जब कोई राजाओं का देश है राजस्थान, है ना, और राजा जो है जब कभी घोड़े की सवारी कर रहा होता है तो उसकी नेक्स्ट विश होती है कि अपने घोड़े से उतर करके हाथी पे बैठे. कोई भी ये नहीं चाहेगा कि मैं घोड़े से उतर के गधे पे बैठ जाऊं. രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ നാടാണ്, ശരിയല്ലേ? അപ്പോ ഒരു കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്ന ഒരു രാജാവ് ഒരിക്കലും കഴുതപ്പുറത്ത് പിന്നീട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, കുതിരപ്പുറത്തുനിന്ന് ആനപ്പുറത്തേക്ക് പോകണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. ശരിയാണോ? യെസ്. तो जब मुझे पूरा यकीन हो गया कि जो कुछ मैं कर रहा हूं, जो मेरे करोड़ों का टर्नओवर है, इतना बड़ा बिजनेस है, उससे भी बेहतर मुझे अगर कुछ दे सकता है तो उसका नाम है आरसीएम, तब मैंने आरसीएम करना शुरू किया. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിനേക്കാൾ വലിയ ടേൺഓവറും വലിയ വരുമാനവും തരാൻ പര്യാപ്തമാണ്, അത്രമാത്രം വലിയ ഒരു പ്രസ്ഥാനമാണ് ആർസിഎം എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ആർസിഎം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. मुझे नहीं पता कि आप लोग क्या कर रहे हैं, पर मुझे ये यकीन है कि जो मैं कर रहा हूं उससे ज्यादा मुझे आरसीएम दे सकता है, और उतनी ही बड़ी सफलता आप लोग भी कैसे हासिल करें ये बताने के लिए आज मैं राजस्थान से यहाँ. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. ഞാൻ എന്താണോ ചെയ്യുന്നത് അതിന് സാധാരണ കിട്ടുന്നതിനേക്കാൾ പല മടങ്ങ് തരാൻ ആർസിഎം പര്യാപ്തമാണ്. അത് എത്രമാത്രം നമുക്ക് നേടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് രാജസ്ഥാനിൽ നിന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. अच्छा बताइए कि नौकर बनना अच्छा होता है कि मालिक बनना अच्छा होता है. ഒരു ജോലിക്കാരനാകുന്നതാണോ, ഒരു ഉടമസ്ഥനാകുന്നതാണോ, അല്ലെങ്കിൽ മുതലാളിയാകുന്നതാണോ നല്ലത്? ഹലോ, मालिक बनना अच्छा होता है. मालिक, मैं आपको बताता हूं, मैं मालिक हूं. 2 प्राइवेट लिमिटेड कंपनीज में मैं डायरेक्टर के पद पर हूं. ഞാൻ അങ്ങനെയുള്ള ഉടമസ്ഥനാണ് അല്ലെങ്കിൽ മുതലാളിയാണ്. 2 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറാണ്. 3 कंपनीज में मैं प्रोपराइटर के पद पर हूं. 3 കമ്പനിയുടെ പ്രൊപ്പറേറ്ററാണ്, എന്ന് പറഞ്ഞ നടത്തിപ്പുകാരനാണ്. 3 माइंस, 3 खदानों का मैं मालिक हूं. 3 ഖനികളുടെ ഉടമസ്ഥനാണ്. और करोड़ों का प्रॉपर्टी का मेरा बिजनेस है. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും ബിസിനസ്സും ഉള്ള ആളാണ്.
सबसे भी बेहतर, आज मैं दावे के साथ कह सकता हूं कि उन सबसे भी बेहतर है आरसीएम। എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു അതിനേക്കാൾ എത്രയോ വലുതാണ് മഹത്തരമാണ് ആർസിഎം എന്ന്. अच्छा, ये पूरी बात आज मैं आप लोगों को बताने वाला हूँ। देखिए, आज के लगभग 24 इयर्स पहले, 24 साल पहले मैंने कपड़े का फैक्ट्री शुरू किया था और कपड़े का व्यापार शुरू करने के लिए आज के 24 साल पहले 4 करोड़ रुपए का इन्वेस्टमेंट मैंने किया था। ഞാൻ ബിസിനസ്സിലാണെന്ന് പറഞ്ഞു. എന്തായിരുന്നു എന്റെ ബിസിനസ്? 24 വർഷം മുമ്പ് ഞാൻ എന്റെ ടെക്സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് 4 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. എത്രയാണ്? 4 കോടി രൂപ 24 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്താണ് എന്റെ ബിസിനസ് തുടങ്ങിയത്. 24 साल पहले के 4 करोड़ यानी कि आज के लगभग 40 करोड़ रुपए എന്ന് പറഞ്ഞാൽ ഇന്ന് കണക്കാക്കുന്ന ഒരു 40 കോടിയുടെ എങ്കിലും മൂല്യം അന്ന് അതിനുണ്ട്. और ऐसा नहीं है कि 4 करोड़ रुपए लगाए और फैक्ट्री शुरू हो गई, उसके लिए मुझे बहुत कुछ करना पड़ा। എന്ന് പറഞ്ഞാൽ അത്രയും പൈസ പിറ്റേ ദിവസം പോലെ ഫാക്ടറി വർക്ക് ചെയ്യാൻ തുടങ്ങിയതില്ല. അത് ഒരു റണ്ണിങ്ങിലാക്കാൻ കുറെ പ്രയത്നം, ദീർഘകാലത്തെ തുടർച്ചയായ പ്രവർത്തനം, പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. सबसे पहले एक जमीन खरीदी गई। जमीन खरीदने के बाद गवर्नमेंट से परमिशन ली गई कि इस जमीन पर हम एक इंडस्ट्री, एक उद्योग लगाना चाहते हैं। और उसके बाद जब परमिशन हमें मिली तो फिर वहां पर एक बिल्डिंग बनाई गई। फिर बिल्डिंग बनाने के बाद मशीन जो फॉरेन से इंपोर्ट की गई और फॉरेन से लोग आए, उन मशीनों को इंस्टॉल किया और इंडिया के लोगों को उस मशीन को कैसे चलाया जाता है ये सिखाया। അപ്പൊ പറയുമ്പോൾ എളുപ്പമുണ്ട്. അതെങ്ങനെയാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആദ്യം എവിടെയാണോ ഇൻഡസ്ട്രി നടത്തേണ്ടത് അതിനുള്ള ഒരു സ്ഥലം വാങ്ങിച്ചു. അതിനുശേഷം അവിടെ ഒരു ഇൻഡസ്ട്രി നടത്താൻ ഗവൺമെന്റ് അപേക്ഷ കൊടുത്ത് അതിന് അനുവാദം വാങ്ങിച്ചു. അതിനുശേഷം അതിനു വേണ്ട കെട്ടിടങ്ങൾ പണിയിച്ചു. ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ കെട്ടിടം പണിതതിനു ശേഷം ആ ഇൻഡസ്ട്രിക്ക് വേണ്ട മെഷീനറികൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തു. അത് ഫിറ്റ് ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും അവിടുന്ന് അതിനുള്ള എക്സ്പെർട്ടുമാരെ കൊണ്ടുവന്നു. അതിനുശേഷം അത് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ ഇവിടെ ആളുകളെ തെരഞ്ഞെടുപ്പിച്ച് കണ്ടെത്തി അവരെ പഠിപ്പിച്ചു, അവരെ പ്രാപ്തരാക്കി. ഇങ്ങനെ കുറെ കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തതിനു ശേഷമാണ് ആ ഒരു ഇൻഡസ്ട്രി പ്രവർത്തനക്ഷമമാകുന്നത്. अब इतना नहीं है कि लेबर कपड़ा बनाना सीखी और फैक्ट्री शुरू हो गई। जब फैक्ट्री शुरू हुई तो गवर्नमेंट कहती है कि हर महीने 7 तारीख को आपको टीडीएस का रिटर्न जमा कराना पड़ेगा, हर महीने की 10 तारीख को जीएसटी का रिटर्न जमा कराना पड़ेगा, हर महीने की 14 तारीख को आपको ईएसआई का रिटर्न सबमिट करना पड़ेगा, हर महीने की 20 तारीख को जीएसटीआर 3B का रिटर्न फाइल करना पड़ेगा। നമുക്ക് പറയുമ്പോൾ ആളുകൾക്ക് തോന്നും എന്താണ് കമ്പനി നടക്കുന്നത്. അവിടെ കാര്യങ്ങൾ കൃത്യമായി നോക്കി നടത്തണം. എല്ലാ മാസവും കൃത്യമായിട്ട് 7-ാം തീയതി TDS കൊടുക്കണം, TDS റിപ്പോർട്ട് കൊടുക്കണം. അതുപോലെ 10-ാം തീയതി GST, 14-ാം തീയതി ESIC, അതുപോലെ 20-ാം തീയതി GSTR 31. ഇതെല്ലാം എല്ലാ മാസവും കൃത്യമായ മുതലാതെ ചെയ്യണം. हर क्वार्टर में यानी कि हर 3 महीने में मुझे टीडीएस का रिटर्न फिर से सबमिट करना होता है, जीएसटीआर 7 का रिटर्न मुझे सबमिट करना होता है। അത് മാത്രം പോരാ, ഓരോ 3 മാസം കൂടുമ്പോൾ ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്യാനുണ്ട്. हर साल के अंत में इनकम टैक्स का रिटर्न फाइल करना होता है और कई सारे डिपार्टमेंट जैसे कि लेबर डिपार्टमेंट, पॉल्यूशन डिपार्टमेंट, इलेक्ट्रिसिटी डिपार्टमेंट, रिको डिपार्टमेंट, इन सभी से मुझे परमिशंस लेनी होती है। അതുപോലെ ഓരോ വർഷവും നമ്മുടെ പ്രവർത്തന റിട്ടേൺസ് കൊടുക്കുകയും അനുവാദങ്ങൾ വാങ്ങിക്കുകയും ചെയ്യണം. പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. उसके बाद काम खत्म नहीं होता, कपड़े का प्रोडक्शन मुझे देखना पड़ता है, क्वालिटी चेक करना पड़ता है, मार्केटिंग करना पड़ता है, ट्रांसपोर्टेशन और डिस्पैच मुझे करना पड़ता है, तब जाकर के मैं वहां से पैसा कमा पाता हूँ। ഓ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം? ഇവിടെ റെഗുലറായി ഉൽപ്പന്ന പ്രൊഡക്ഷൻ ഉണ്ടാവണം, അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം, അത് പാക്ക് ചെയ്യിപ്പിക്കണം, അത് കയറ്റി അയക്കണം, അത് എന്താ പറയുക ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കണം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി തുടർച്ചയായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുകയുള്ളൂ. मैं कुछ सवाल आप लोगों से पूछना चाहता हूँ, जो लोग ऑलरेडी आरसीएम कर रहे हैं, आप लोग जवाब दीजिएगा। എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. അടുത്ത് നിങ്ങൾക്ക് ചോദ്യം വരികയാണ്. കുറച്ച് ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവാണ്.
നിങ്ങൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറാവുക. क्या आपको आरसीएम करने के लिए कोई ऑफिस लगाना पड़ता है? कोई स्टाफ रखना पड़ता है? कोई इलेक्ट्रिसिटी का बिल जमा कराना पड़ता है? अकाउंट्स मेंटेन करने पड़ते हैं? कोई रिटर्न फाइल करना पड़ता है? कुछ ट्रांसपोर्टेशन करना पड़ता है? कुछ क्रेडिट आपको सामान बेचना पड़ता है? कोई लोन आपको लेना पड़ता है बिल लेवल चेंज करने के लिए? कोई रिश्वत आपको देनी पड़ती है? उत्तम सर हो तो आई एम सॉरी. ഇത് ട്രാൻസ്ലേറ്ററിന്റെ കാര്യം ഇത് കണ്ടാൽ മനസ്സിലാവില്ലേ? യെസ്. അപ്പോ യെസ് ഓർ നോ ചോദിച്ചാൽ നോ എന്ന് പറയുന്നത് പ്രയാസമുണ്ടോ? ശരിയല്ലേ? മനസ്സിലാവുന്നില്ലേ? कोई आपको किसी डिपार्टमेंट में कहीं कोई सबमिट नहीं करना पड़ता, कोई डॉक्यूमेंटेशन आपको करना पड़ता है, कोई प्रोडक्शन आपको करना पड़ता है, कोई लाइसेंस आपको लेना पड़ता है, कोई फैक्ट्री आपको लगानी पड़ती है, कोई स्टॉक आपको रखना पड़ता है, कुछ नहीं. और मुझसे भी ज्यादा पैसा आरसीएम के टॉप लीडर्स कमाते हैं. 4,24 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നിരുന്നത്, 24 വർഷം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുപോലെ കംപ്ലീറ്റ് നോ ഒന്നും ചെയ്യാതെ, ഇതൊന്നും ചെയ്യാതെയാണ് ആർസിഎമ്മിൽ സീനിയർ ലീഡേഴ്സ് എന്നേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ശരിയാണോ? तो आरसीएम में सक्सेसफुल होने के लिए कुछ नहीं चाहिए, बस आप चाहिए हो, वो भी जैसे हो बिल्कुल वैसे के वैसे, as it is. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല. എങ്ങനെയാണോ നിങ്ങളുള്ളത് അത് തന്നെ. ആസ് ഇറ്റ് ഈസ്. देखिए, अब मुझे आप बताइए कि मुझे क्या करना चाहिए, बिजनेस करना चाहिए कि आरसीएम? നിങ്ങൾ പറയൂ, ഞാൻ ബിസിനസ് ചെയ്യണോ ആർസിഎം ചെയ്യണോ? ഹലോ, आरसीएम ചെയ്യണോ ബിസിനസ് ചെയ്യണോ? तो अब मुझे लग रहा है कि मेरा डिसीजन राइट है आरसीएम करने का. അപ്പൊ നിങ്ങളെല്ലാവരും പറയുന്നു. അപ്പോഴെനിക്ക് ബോധ്യപ്പെട്ടു എന്റെ തീരുമാനം ശരിയായി. ഇത്രയും വർഷം ബിസിനസ് ചെയ്തിട്ട് ആർസിഎമാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. एक तस्वीर मैं आप लोगों को दिखाना चाहता हूँ. इस तस्वीर को जरा गौर से देखिए. ये खेत में काम करने वाला एक मजदूर किसान, जिंदा इसको भी रहना था, और जिंदा रहना था तो इसने बस एक छोटा सा नियम लिया कि आज से मैं जिंदा रहने के लिए सिर्फ आरसीएम के ही प्रोडक्ट यूज करूंगा और अच्छा लगेगा तो दुनिया को बताऊंगा. ഒരു സാധാരണ ഒരു കർഷക ഫാമിലി, ഒരു കൃഷിക്കാരനാണ്. അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അദ്ദേഹം ചെയ്ത ചെറിയൊരു കാര്യം, എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം ഞാൻ ആർസിഎമ്മിൽ നിന്ന് വാങ്ങിക്കും, നല്ലതാണെങ്കിൽ മറ്റുള്ളവരോട് പറയും എന്ന് ഇയാൾ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കാം. और केवल इस एक डिसीजन को बदलने से ये साधारण किसान आज इस आरसीएम अभियान का स्टार सफायर है और यूनिक एजुकेशन सिस्टम के प्रेसिडेंट भी रह चुके हैं. അങ്ങനെ ഒരു സാധാരണ കൃഷിക്കാരനായിരുന്ന വ്യക്തിയാണ് ഇന്ന് ആർസിഎമ്മിലെ സ്റ്റാർ സഫയറായി ഫോർമർ US പ്രസിഡന്റ് ആയിരുന്ന മിസ്റ്റർ പ്രഹ്ലാദ് റായ്. ഒരു നല്ല കൈയ്യടി അദ്ദേഹത്തിന് വേണ്ടിയാകാം. अब मुझे जो तस्वीर इंस्पायर करती है ना, वो तस्वीर है ये. अब आप इस तस्वीर को गौर से देखें, आपको क्या लगता है इस आदमी, क्या ये बहुत पढ़ा लिखा होगा? ഈ പിക്ചർ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്ത് വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു സാധാരണ കൃഷിക്കാരൻ. क्या ये आदमी बहुत लोगों को जानता होगा? क्या इसे कंप्यूटर चलाना आता होगा? क्या इसे एक मंच से बहुत अच्छा भाषण देना आता होगा? क्या इसे आता होगा? गौर से देखें. ഈ പിക്ചർ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ നിലവാരം എന്താണെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ലേ? അദ്ദേഹത്തിന് കമ്പ്യൂട്ടർ അറിയാനുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹത്തിന് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സ്റ്റേജിൽ നിന്ന് ആളുകളോട് സംസാരിക്കാനുള്ള കഴിവുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒത്തിരി ആളുകളുമായിട്ട് പരിചയവും സമ്പർക്കവും സൗഹൃദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടോ? आरसीएम का स्टार सफायर बनने के लिए कुछ क्वालिफिकेशंस की जरूरत नहीं है. आप जैसे हैं वैसे काफी. ഇതൊന്നുമില്ലാതെ അദ്ദേഹത്തിന് ആർസിഎമ്മിൽ സ്റ്റാർ സഫയർ ആകാൻ കഴിയുമെങ്കിൽ അതാ പറഞ്ഞത്, എങ്ങനെയാണോ അങ്ങനെയുള്ള ആൾക്ക് ആർസിഎമ്മിൽ സ്റ്റാർ സഫയർ ആകുന്നതിന് ഒരു തടസ്സമില്ല. ये आज इसे कुछ नहीं
इन्हें कुछ नहीं आता था, पर आज ये जब मंच पे खड़े होकर के बोलते हैं तो 50,000 लोग इनके सम्मान में तालियां बजाते हैं। एक दिन आपके साथ भी ऐसा होगा, यकीन कीजिए। आज शायद आपको कुछ नहीं आता, पर एक दिन आप भी इसी तरह मंच पे खड़े होंगे और लोग आपके लिए भी तालियां बजा रहे होंगे। അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത ആളെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ വ്യക്തി ഇന്ന് 50,000 ആളുകളുടെ മുമ്പിൽ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും കൈയടിക്കുന്നു. അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമെങ്കിൽ ഇതുപോലെ നാളെ നിങ്ങളും ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും ആളുകൾ കൈയടിക്കുന്നുണ്ടാകും. അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയണം. ഇതുപോലെ ഒരു സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ കൈയടിക്കുന്നതും. തയ്യാറാണോ? Are you ready? एक दिन आप भी ऐसे बन जाएंगे, पर यकीन नहीं होगा। तो देखिए, मैं आपसे पूछना चाहता हूँ, आप में से स्विमिंग किसको आती है? നിങ്ങൾ എത്ര പേർക്ക് നീന്തൽ അറിയാം? आप मुझे स्टेज पे आकर के तैरना सिखा देंगे सर? സ്റ്റേജിൽ വന്ന് ആരെങ്കിലും ഒന്ന് നീന്താൻ പഠിപ്പിക്കാവോ? Why? പറ്റോ? स्टेज पे नहीं सिखा सकते तो कहाँ सिखाएंगे? पानी में जाना होगा। आरसीएम में भी आप एक दिन बहुत बड़े लीडर बन जाएंगे, पर रेगुलर इन मीटिंग्स और सेमिनार्स में आना। നിങ്ങൾക്ക് നീന്തൽ അറിയാം, എനിക്ക് നീന്തൽ പഠിക്കണം, ഇവിടെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? നീന്തൽ അറിയാവുന്നതൊന്നും പറ്റില്ല സാർ. നീന്തൽ പഠിക്കണമെങ്കിൽ വെള്ളത്തിൽ പോകണം. അല്ല, പഠിക്കാൻ പറ്റുമോ? അതുപോലെയാണ്. ഇതുപോലെ സ്റ്റേജിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആയിരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും. അതിന് ഒറ്റ പണിയേ ഉള്ളൂ, ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. കൂടെ കഴിയുന്ന ആളുകളെ കൊണ്ടുപോയി പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അത് മാത്രം ചെയ്താൽ മതി. अच्छा, मुझे इन 3 सालों में जो सबसे ज्यादा सवाल मेरे दिमाग में अटकता था ना, वो एक ही अटकता था कि यार आरसीएम कहता है, टीसी सर कहते हैं, ये अभियान कहता है कि हम कर रहे हैं नए भारत का निर्माण, वी आर हियर टू बिल्ड अ न्यू इंडिया। ये मुझे लगता था यार, ये कोई मजाक है यार, नया भारत का निर्माण ये कैसे पॉसिबल है? ये अकेला आरसीएम कैसे कर सकता है? TCG പറയുകയാണെങ്കിൽ നമ്മള് ഒരു വലിയ അഭിയാനാണ്. എന്താണ് നവഭാരത നിർമ്മാണം എന്ന് പറയുന്നത്? നമ്മളൊരു പുതിയ ഇന്ത്യ. ഈ പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? നടപ്പിലാകുന്ന കാര്യമാണോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. तो मुझे लगता था यार, ये कैसे पॉसिबल है? भारत का निर्माण तो मुझे लगता था मेरे जैसे टैक्स पेयर्स करते हैं, जो करोड़ों का टर्नओवर करते हैं, करोड़ों का टैक्स भरते हैं। उनके टैक्स के पैसों से रोड बनता है, हाईवेज बनते हैं, एयरपोर्ट्स बनते हैं, रेलवेज चलता है, आपका डैम बनता है, स्कूल बनता है, कॉलेज बनता है, हॉस्पिटल्स बनते हैं, और उनके टैक्स के पैसों से आपके घर तक लाइट, बिजली और पानी पहुंचता है। ഞാൻ വിചാരിച്ചു ഇന്ത്യ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ പുരോഗതിക്ക് വേണ്ടി ദൈനംദിനം നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ട പണം ആരാണ് കൊടുക്കുന്നത്? എന്നെ പോലെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്ന ടാക്സ്, അതുപോലെ പലരും കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് റോഡ് നിർമ്മിക്കപ്പെടുന്നത്, കെട്ടിടങ്ങളും എയർപോർട്ടും ഹോസ്പിറ്റലും റെയിൽവേ സ്റ്റേഷനും. അങ്ങനെ ഇന്ത്യക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നത് ടാക്സ് കൊടുക്കുന്ന ആളുകളാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. पर साथियों, उन 3 सालों की रिसर्च में एक तस्वीर मेरे सामने आई, वो मैं आपको दिखाना चाहता हूँ सर। എന്നാൽ ആ 3 വർഷത്തെ എന്റെ റിസർച്ച് ഗവേഷണത്തിൽ നിന്ന് എനിക്കൊരു പിക്ചർ മനസ്സിലായി. ये 2 भाइयों की एक तस्वीर है। एक का नाम है समुद्रनाथ योगी और दूसरे का नाम है भंवरनाथ योगी। 2 സഹോദരന്മാരാണ്, സമുദ്രനാഥ് യോഗി, ഭവർനാഥ് യോഗി. 2 സഹോദരന്മാരാണ്. ये दोनों भाई आरसीएम अभियान के शुरू होने से पहले मेरे यहाँ ड्राइवर के तौर पर काम किया करते थे, और तब इनकी तनख्वाह हुआ करती थी 3,500 रुपए महीना। ആർസിഎം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഡ്രൈവർമാരായിരുന്നു ഇവര് രണ്ടുപേരും. 3,500 രൂപയായിരുന്നു അവർക്ക് ശമ്പളം. इनमें से एक भाई आज भी ड्राइवर है और आदरणीय सौरभ सर की गाड़ी वही चलाता है। ഇന്നും ഒരാള് ഡ്രൈവറാണ്, സൗരചന്ദ്ര സാറിന്റെ വണ്ടി ഓടിക്കുന്ന അദ്ദേഹത്തിന്റെ ഡ്രൈവറാണ് ഇയാൾ. आज उसकी सैलरी है 20,000 रुपए महीना। ഇന്ന് അദ്ദേഹത്തിന്റെ വരുമാനം 20,000 രൂപയാണ്. वहीं दूसरे ड्राइवर को एक बात समझ आई कि यार जिंदा रहना है तो ये प्रोडक्ट तो
मुझे जीवन भर यूज करने ही होंगे, साबुन भी लगाना होगा, तेल भी खाना होगा, आटा दाल चावल भी खाना होगा, बस आज से मैं ये सिर्फ RCM के ही यूज करूंगा और अच्छा लगेगा तो दुनिया को बताऊंगा। और ऐसा करने से आज वो RCM का टेक्निकल अचीवर है और 1 महीने की इनकम आती है 2.5 लाख रुपए। എന്നാൽ മറ്റേ സഹോദരന് ആർസിം കാര്യം മനസ്സിലായി. എനിക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം, അത് ആർസിം ആണെങ്കിൽ ഉള്ള നേട്ടം മനസ്സിലായി. ആർസിം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവരോട് പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോന്നു. ഇന്ന് അദ്ദേഹം ആർസിമിലെ ടെക്നിക്കൽ അച്ചീവറാണ്. ഏകദേശം 2.5 ലക്ഷം രൂപ മന്ത്ലി ഇൻകം കിട്ടുന്ന ലെവലിലാണ് അദ്ദേഹം. दूसरा भाई सौरभ सर को गेट खोल करके गाड़ी में बिठाता है, उनका सूटकेस लेकर के उनका डिग्गी में रखता है और सौरभ सर को ऑफिस लेके जाता है। जब सौरभ सर ऑफिस में बैठे होते हैं तो बाहर खड़ा खड़ा उनकी गाड़ी को चमकाता है। മറ്റേ സഹോദരൻ എന്താ ചെയ്യുന്നത്? ഇന്നും സൗരവ് സാറിന്റെ ഡ്രൈവറാണ്. അദ്ദേഹം എന്തായിരിക്കും ചെയ്യുന്നത്? സൗരവ് സാറ് റെഡിയാകുമ്പോൾ രാവിലെ വണ്ടിയായിട്ട് ചെല്ലും. ചെന്ന് അദ്ദേഹത്തിന്റെ പെട്ടി വാങ്ങിച്ചുകൊണ്ട് വണ്ടിക്കകത്ത് വെക്കും. അദ്ദേഹത്തിന് ഡോർ തുറന്നു കൊടുക്കും. കയറി ഇരുന്ന് ഡോർ അടയ്ക്കും. ഓഫീസിൽ എത്തി കഴിയുമ്പോൾ അദ്ദേഹത്തിന് സാധനം ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കും. അതിനുശേഷം പുറത്തു നിന്ന് ആ വണ്ടി ഇങ്ങനെ തുടച്ച് മിനിക്കൊണ്ടിരിക്കും. और वहीं दूसरा भाई आज जो कभी मेरी कार चलाता था, आज खुद की कार से RCM वर्ल्ड जाता है और शान से तीसरी सर के साथ बैठ करके चाय पी करके आया। ये सम्मान आपको RCM दिलाता है। എന്റെയും വണ്ടി ഓടിച്ചിരുന്ന ആ ആള് ഇന്ന് ആർസിമിന്റെ ടെക്നിക്കൽ അച്ചീവറാണ്. സ്വന്തം വണ്ടിയിൽ വിൽവാനിൽ വരികയും TCGയുടെ ഒക്കെ ഒപ്പം ഇരുന്നുകൊണ്ട് ചായ കുടിക്കുകയും ചെയ്യുന്ന ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടി. और तब मुझे समझ में आया कि कुछ टैक्स पेयर्स के पैसा इनकम टैक्स चुकाने से इस भारत का निर्माण नहीं होगा, बल्कि भारत के हर आम नागरिक को टैक्स चुकाने के लायक बना देंगे तो होगा नए भारत का निर्माण। और वो करता है ये RCM। കുറച്ച് ബിസിനസ്സുകാര് പൈസ കൊടുക്കുന്നതുകൊണ്ട് മാത്രം നമ്മുടെ നാട് ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് സാധാരണക്കാരായ ഒത്തിരി ആളുകൾ